റൊണാൾഡോയ്ക്ക് ഒരു വേൾഡ് കപ്പ് കിട്ടും സന്തോഷമേ ഉള്ളൂ. മനസ്സിലായില്ലേ? റൊണാൾഡോയ്ക്ക് ഒരു വേൾഡ് കപ്പ് കിട്ടുകയാണെങ്കിൽ പോർച്ചുഗലിനും, അത് ഈ റൊണാൾഡോ കളി നിർത്തുന്നതിന് മുമ്പ് തന്നെ പോർച്ചുഗലിൽ കിട്ടിയാൽ വളരെ സന്തോഷം. അപ്പം ആര് ജയിച്ചാലും, ഇവരിലൊക്കെ ആര് ജയിച്ചാലും ലോക ഫുട്ബോളിനും പന്ത് കളി ഇഷ്ടപ്പെടുന്നവർക്കും പന്ത് കളി കാണുന്നവർക്കും എന്താ പറയുക, അവർക്ക് മനസ്സ് നിറയണം, അവർ എൻ്റർടൈൻഡ് ആവണം എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ. ഇപ്പോൾ കമൻട്രി റൂമിലിരിക്കുമ്പോൾ പ്രസൻസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ സെൻസിബിൾ ആയിട്ട് നമ്മൾ ഇരുന്നാൽ മാത്രമാണ് നമുക്കത് മൈക്കിൽ കൂടെ പവർഫുൾ വേർഡ്സിലൂടെ നമുക്ക് തിരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് പറയാൻ ഈസിയാണ്, ഓക്കെ പ്രസൻസ് ഓഫ് മൈൻഡോടെ ഇരിക്കുക. പക്ഷെ നമ്മൾ ഒരു സെക്കൻഡിൽ തന്നെ പല പല ചിന്തകളിലൂടെ നമ്മുടെ മൈൻഡ് പോകുന്ന സൈക്കോളജിസ്റ്റ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സിംഗിൾ മാച്ച് ഡേയുടെ സാറിൻ്റെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്? ഹ്യൂജാണ്, ഹെവിയാണ്. ആരൊക്കെ തമ്മിലാണ് കളിക്കുന്നത്, ആ കളിയുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റ് എങ്ങനെയാണ്, ഈ ടീമുകൾ എത്ര ഗോൾ അടിച്ചു, ആ കളിക്കാർ എത്ര ഗോൾ അടിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ സാങ്കേതികമായ എല്ലാ കണക്കുകളും വീണ്ടും നോക്കി, വീണ്ടും ഒന്നും കൂടെ ഒന്ന് കറക്റ്റാക്കി കണക്കുകളെല്ലാം ശരിയായിട്ട് എഴുതി പഠിച്ച് അതിനാ കളിയുടെ പ്രസക്തി എന്താണ്. ഇപ്പോൾ സെമി ഫൈനലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫൈനലാണെങ്കിൽ ഇങ്ങനെ. ഈ പ്രിപ്പറേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു സംഗതിയെയും സമീപിക്കാൻ പറ്റില്ല. അത് ഫുട്ബോൾ കമൻട്രിക്ക് പ്രത്യേകിച്ച്. നിങ്ങൾ ആ കളിയുടെ പരിസരത്തേക്ക്, ആ കളിയെ അറിഞ്ഞുകൊണ്ട് വേണം എന്താണ് ഈ കളിയുടെ പരിസരം, അതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് കൃത്യമായി ഒരു തയ്യാറെടുപ്പോടുകൂടി വേണം നിങ്ങൾക്ക് അവിടെ പോയിരിക്കാൻ. അല്ലാതെ ചുമ്മാ അങ്ങനെ കുറേ രണ്ട് ടീമുകൾ തമ്മിൽ കളിക്കുന്നു, കുറേ പേരുടെ പേര് വിളിച്ചു പറയുന്നു, അങ്ങനെയല്ല.